ഇതിലാണ് മക്കളെ നമ്മുടെ ആപ്പിൾ കൊടുക്കാട്ടോ. ഹലോ ഗായ്സ്, മുമ്മൂസ് വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരാളുടെ സർപ്രൈസ് പൊളിച്ചെടുക്കാൻ പോകുന്നതിൻ്റെ ഉത്സാഹമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. താഹക്ക ഒരു സർപ്രൈസ് പാവം പ്ലാൻ ചെയ്തതായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, സ്വയം ആൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ അത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. പർച്ചേസ് ചെയ്തപ്പോൾ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഓഫീസിലേക്കാണ്. ഓഫീസിലത്തെ സ്റ്റാഫ് വന്നിട്ട് വേറെ എൻ്റെ കയ്യിൽ കൊണ്ടു വന്നു. പാവ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറയരുതെന്ന്. ഞാൻ വിചാരിച്ചത് മോൾക്ക് വേണ്ടി ഒരു 2-3 ഓർഡർ, പക്ഷെ അത് ഞാൻ വീട്ടിലത്തെ അഡ്രസ്സിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഓഫീസിലത്തെ അഡ്രസ്സിലേക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, കാരണം ഇക്കാക്ക് ഈ വക ഏർപ്പാടുകളൊന്നുമില്ല. ഞാനാണ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിക്കാം. അപ്പോൾ സംഭവം കയ്യിൽ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാനിത് പൊട്ടിച്ചു വിട്ടാം. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. പുറത്തു നിന്ന് തന്നെ പൊട്ടിച്ചെന്നുള്ളതാ. ഞാൻ കണ്ടപ്പോൾ ഇത്തിരി എക്സൈറ്റഡ് ആയി. ഇതാണ് സംഭവം, കണ്ടോ? അപ്പോൾ പാവം താഹക്ക സ്വയം പേടിച്ച് എന്നെ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇതുവരെ ഒരു മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒരു സംഭവം അൺബോക്സ് ചെയ്തിട്ടില്ല, അതായത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കും, ക്ഷമിക്കാം. ബിക്കോസ് ഐ എം നോട്ട് എ ടെക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ താഹക്ക വരണേക്കാട്ടും മുന്നേ, താഹക്ക ഉച്ചയ്ക്ക് ലഞ്ചിന് വരും. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊക്കെ തീർക്കണം. നോക്കാം, നമുക്ക് റിവ്യൂ തുടങ്ങാം. എന്തല്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന റിവ്യൂ ആണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ ഈ സൗണ്ട് സൂപ്പറായിട്ടുണ്ട്. യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ട് റിവ്യൂവിൻ്റെ. ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ താഹക്ക വാങ്ങിയിട്ടുള്ളത് എത്ര GB ആണെന്നറിയോ? 128 GB ആണ്. 3 സീരീസാണ് ഉള്ളതെന്നാണ് ഞാൻ റിവ്യൂവിൽ കണ്ടത്. 64 68 128, പിന്നെ വേറൊരു വേർഷൻ കൂടി ഉണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള മാനുവൽ. വെൽക്കം ടു ഐഫോൺ. കൊള്ളാലോ. എന്തുട്ടാ പിന്ന്. ഇത് താഹക്ക എപ്പോഴും താഹക്കയുടെ ഫോണിൻ്റെ പൗച്ചിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഒരു ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. നന്നായിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. HP കാണണ്ട. അപ്പോൾ 2 സ്റ്റിക്കർ, മാനുവൽ, പിന്നെ ജസ്റ്റ് ഒരു വെൽക്കം നോട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അതൊക്കെ താഹക്ക വന്നിട്ട് താഹക്കക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. ചെറിയ ഫോണാണ് കേട്ടോ. ചെറിയ ഫോൺ എന്ന് വെച്ചാൽ താഹക്ക ഉപയോഗിച്ചിരുന്ന ഫോണിൻ്റെ അത്രയ്ക്ക് തന്നെയുള്ളൂ. വൈറ്റ്. ആപ്പിളിൻ്റെ ലോഗോ ഇവിടെയല്ല വന്നിരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാമറ ആയിട്ടുള്ള മൊബൈലാണ്. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ യോഗ്യല്ല. ഹായ്, ഹലോ. താഹക്കാക്ക് വലിയ ഫോൺസ് യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ്. താഹക്കയുടെ ബഡ്ജറ്റിന് പറ്റിയ ഫോണാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം. എന്തായാലും ഈ സംഭവം ഞാൻ ഓൺ ചെയ്യുന്നില്ല. ടെക്നിക്കൽ ലെവലിൽ ഇതിനൊരു റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അസാധ്യമായ കാര്യമാണ്. കാരണം നമുക്കത് കൈവന്ന കലയല്ല. എന്നാലും ഒരു സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ റിവ്യൂ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ റിവ്യൂ ചെയ്ത വീഡിയോസുകൾ കണ്ടതിന് ശേഷമാണ് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം
കാരണം നമ്മൾ വെറുതെ ചാടിക്കയറി ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എന്നെ തന്നെ കണ്ടു കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ശരിക്കും ആസ്പെക്ട്സ് എല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താഹക്കാക്ക് കൊടുക്കണം. പാവം അൺബോക്സിങ്ങോ നടന്നില്ല, സ്വിച്ച് ഓൺ കർമ്മങ്കിലും ചെയ്തോട്ടെ. ഞാൻ കൊടുക്കാൻ പോണ രീതി കണ്ടിട്ട് ആപ്പിൾ ഉപയോഗിക്കാൻ പോണവരൊന്നും എന്നെ തല്ലാൻ വരരുത്. അപ്പോൾ അത് കാണാം. ഓക്കെ, കാസറോളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇടി കിട്ടാണ്ടിരുന്ന എൻ്റെ ഭാഗ്യം. എന്തായാലും ഞാനൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നന്നായി സെർവ് ചെയ്യണ്ടേ. ലോകത്ത് ആരും ആപ്പിൾ ഫോൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക്. പപ്പടം വന്നിട്ടുണ്ട് കേട്ടോ കക്ഷി. ദേ മാർക്കറ്റിൽ നിന്ന് വന്ന് ഡെറ്റോളിൽ കുളിച്ചിട്ട് വരണ വരവാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയാം. അതാണ് നല്ലത്. നമ്മുടെ കാസറോൾ ഇവിടെ വെയിറ്റിംഗ്. ഓക്കെ ആയില്ലേ? നല്ല വേഷത്തിൽ എന്ന് പറഞ്ഞാൽ ബുക്കും സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ അത് പാക്ക് ചെയ്യണതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ടേബിൾ സാധനങ്ങളും ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ എന്താ ഫ്ലാറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇനിയിപ്പോ നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിശക്കുന്നുണ്ട്. പോയി പോയി കിതാബ് കെട്ട് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി വെച്ചിട്ടോ. കിതാബേ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറോ? നല്ല സാധനം തല്ലി പൊളിച്ചറിഞ്ഞിട്ടേ ഇപ്പൊ ഈ ടാബ് കൊണ്ട് നടക്കേണ്ട അവസരം കുറിച്ച് ആലോചിച്ചതാ. ചുമ്മാ ബാത്റൂമിൽ പോയി ഇരിക്കാം. നമുക്ക് അപ്പോഴേക്കും ക്യാമറ സ്റ്റഡി ആക്കി വെക്കാം. കറക്റ്റ് ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാം. പപ്പടത്തിന് വെളിച്ചെണ്ണ എനിക്ക് മാത്രം പ്ലേറ്റ് ഉള്ളൂ. പ്ലേറ്റ് എനിക്ക് മാത്രം ഉള്ളോ? കൊണ്ടാട്ടത്തിലുണ്ട്. കൊണ്ടാട്ടവും പപ്പടം ഞാൻ വേറെ ഇപ്പൊ ഫ്രഷ് വറുത്തതാ. കൊണ്ടാട്ടം പിന്നെ മറ്റേ ഫോട്ടോ എടുക്കണ്ടേ എന്റെ ഗ്രൂപ്പില് വെറുപ്പിക്കാൻ? എന്റെ പൊന്നെ താഹക്ക ഫുഡ് കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് വയ്യ. ഫോട്ടോ പിന്നെ എടുക്കാം. ഭക്ഷണം ഇല്ലാന്ന് എന്നുമില്ലല്ല, അത് കഴിക്കണ ദിവസം ഇടണുള്ളൂ. ട്രൈപോഡിനെ സെറ്റ് ചെയ്തതാ അത് എടുക്കാൻ വേണ്ടിട്ട്. കുഴപ്പമില്ല കേട്ടാ, നല്ല കുഴപ്പമില്ലാത്ത ട്രൈപോഡാ. അതാ മനുമന്റെ കിട്ടണവരുണ്ടാവും. മനുമന്റെ കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും എനിക്ക് വിശന്നിട്ട് വയ്യതാവക്ക. എന്താണ് എന്നെ കാത്തി ഇങ്ങനെ ഇരിക്കാൻ ഇവിടെ ഇരിക്കാൻ എന്താ കാരണം? എന്തോ ഇവിടെ ഒരു കശുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാറില്ലാത്തവരത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ തോന്നും. എന്താണ് പ്രശ്നം? ഞാൻ ചോറ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ആ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ബുക്കുകളുടെ പാക്ക് ചെയ്യുന്നത് ഞാനെന്ന് ചെയ്യും. പിന്നെ അല്ലാണ്ട് താഹക്ക വരുന്നില്ലല്ലോ. ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. കയ്യില് നിറച്ചുള്ളത് ഇപ്പൊ ഈ കൊണ്ടാട്ട മുളക് എപ്പ കിട്ടി? ഈ കൊണ്ടാട്ടം എനിക്ക് ഒരു മണിക്കൂർ മുന്നേ കിട്ടി. അല്ലടാ, ഞാൻ അപ്പൊ നിനക്ക് എന്താ സർപ്രൈസ് എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ കാശ് എടുത്ത് നോക്കിയത് എനിക്കറിയില്ല. എന്നിട്ട് ആരെങ്കിലും അത് ഓഫീസിലേക്ക് ബുക്ക് ചെയ്യോ? അതെന്റെ കയ്യിലല്ല നേരിട്ട് കിട്ടുള്ളൂ. ആ അതെ, നിനക്ക് സർപ്രൈസ് ആയിരിക്കാൻ വേണ്ടി. പിന്നെ അത് കൊണ്ടുവന്ന് തന്നെ സർപ്രൈസ് ചെയ്യാനാണ് വിചാരിച്ചേ. നിന്റെ കയ്യിൽ ഇപ്പൊ ആ പയ്യൻ കൊണ്ട് തന്നപ്പോ നിനക്ക് എന്താ ബോക്സ്, നീ ബുക്ക് ചെയ്യാത്ത ഒരു ബോക്സ് ഏതാ നിനക്കൊരു ഇതുണ്ടായില്ലേ? എനിക്ക് കടയിലേക്ക് ബുക്ക് ചെയ്തൂടെ? ആ, ഇത് കടയിലേക്ക് ബുക്ക് ചെയ്തൂടെ? എന്റെ നമ്പർ കൊടുത്തിട്ട്. ഇത് നിന്റെ നമ്പർ കൊടുത്തിട്ടല്ലേ ബുക്ക് ചെയ്തേ?
എങ്ങനെ ഇത് കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ സർപ്രൈസ്? ഇപ്പൊ ഞാൻ കിട്ടിയതുപോലെ ഇത് വരണ ദിവസം എനിക്ക് അറിയില്ലായിരുന്നു. കൊണ്ടോട്ടല്ലേ കാസർഗോഡിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓൺ ചെയ്താ? അയ്യോ പാവല്ലേ താഹക്ക. ഞാന് അൺബോക്സിങ് ഞാൻ ചെയ്തു. ഓണെങ്കിലും താഹക്ക ചെയ്തോട്ടെ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യണം. ഇത് കാർഡൊക്കെ എനിക്ക് ഇത് കുട്ടിക്കുണ്ട്. ഇത് ഒട്ടിച്ചതാണോ കാർഡ്? എനിക്കറിയില്ല, ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ ഓൺ ഇത്ര നേരാ ഓണാക്കി സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. കാസറോളിൽ നിന്ന് എടുത്തിട്ടുള്ള ആപ്പിള്. അപ്പൊ ഇരട്ട സർപ്രൈസ്. സർപ്രൈസ് ഒന്നും നീ എനിക്ക് തന്നല്ലേ? ഏയ് അയക്കല്ല പറഞ്ഞ അതെന്നെ സർപ്രൈസ് ആക്കാൻ. ഞാൻ വലിയ കാര്യത്തില് പറഞ്ഞു താഹക്കാരനെ സർപ്രൈസ് പൊളിച്ചു. ഇപ്പൊ ഞാനാണ് ശരിക്ക് ചമ്മിയത്. ഏയ് താഹക്ക പറഞ്ഞത് അതങ്ങനെ മനഃപൂർവ്വം എനിക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാന്നല്ല പറഞ്ഞത്. പോട്ടെ കൊഴപ്പല്ല. ഞാൻ അല്ല അതൊക്കെ പോട്ടെ. കാസറോളിൽ നിന്ന് കിട്ടിയപ്പോ ഞെട്ടിയോ? അതോ അതും വിചാരിച്ചിരുന്നോ? ഏത് തുറന്നൊന്ന് കാണിക്ക് വരട്ടെ. ചെയിന് ഇനി റിവ്യൂ താഹക്ക പറയും. താഹക്കടെ മറ്റേ ഫോണിനെക്കാട്ടും പിന്നെ ബ്ലാക്ക് ആണ് സ്ക്രീനിന്റെ അവിടെ. ശ്രദ്ധിച്ചാ രണ്ട് സൈഡും. ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് വൈറ്റ് ആയിരുന്നില്ലേ? ഇക്ക ഉപയോഗിച്ചിരുന്നത് ഏതാ? അതായത് ഇക്ക തല്ലി പൊളിച്ച് കളഞ്ഞത് ഏതാ? 6X. ചോറിന്റെ കാസറോള് മാറ്റി വെച്ചു. കയ്യെങ്ങാനും കഴിഞ്ഞ അതിന്റെ ഉള്ളില് വീഴണ്ട. ഫോൺ കിട്ടി, ചോറ് മറന്നു അല്ലേ? പക്ഷെ മറ്റേ ഫോണിലും വെയിറ്റ് കുറവാട്ടാ. ഇത്തിരി കനം കുറവുണ്ട്, അതേപോലെ തിക്നെസ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നണം. തിക്നെസ് കുറവുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കാൻ പോണല്ലോ. ചെറുതാണ് ആ ഫോണിന്റെ അത്രയും തന്നെ. എനിക്ക് വലിയ ഫോൺ ഇഷ്ടമല്ല. ഇങ്ങനെ കാസറോളും ചോറും പരിപ്പ് കറിയും വെച്ചിട്ട് ആപ്പിൾ ഫോൺ ആരെങ്കിലും റിവ്യൂ ചെയ്യോ? അതൊക്കെ നമ്മള് ചെയ്യുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനൊന്നും ടെക്നിക്കലായിട്ട് അറിയില്ല. ടെക്നിക്കൽ വൈസ് എനിക്കറിയില്ല. പക്ഷെ സർപ്രൈസിന്റെ മുകളിൽ ഡബിൾ സർപ്രൈസ്. ആ ഞാനിതിപ്പോ ഒന്ന് വരുന്ന എനിക്കറിയില്ല. ഞാൻ അൺബോക്സ് ചെയ്യണ എങ്ങനെയെന്ന് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വോളിയം ബട്ടൺ 2 ഉണ്ട്. ഇവിടെ എന്തത്? ഇത് മ്യൂട്ട് ബട്ടൺ. ഇത് ഈ ഭാഗത്ത് കാണുന്നത് പവർ ഓൺ ആണോ അത്ര അറിയാം. പിന്നെ ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, അതും അറിയാം. എനിക്ക് അത് തന്നെ ധാരാളം. ബാക്കിയുള്ളൊക്കെ പിന്നെ പറയാട്ടാ. സിംഗിൾ ക്യാമറയാ അത് കണ്ട? ബാക്കിലല്ലേ? പക്ഷെ ഇത് ഐഫോൺ 11 ഇല്ലേ? 11ന്റെ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെന്നോ. അതായത് ഐഫോൺ 11ന്റെ എല്ലാവിധ ഹാർഡ്വെയർസും ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ. വാങ്ങാൻ പോയപ്പോ, ഞാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോ എനിക്ക് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ എനിക്കിത് മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, 3 സീരീസ് ഉണ്ടായിരുന്നു. 64, 68 GB. പിന്നെ പിന്നെ ഇതിനെക്കാട്ടും കൂടിയ സംതിങ് ആയി ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ഏകദേശം 25 ദിവസമായി. 25 ദിവസമായോ? മാറിപ്പോയില്ലേ? അത് അന്ന് സർപ്രൈസ് ചെയ്യാൻ ഫസ്റ്റ് ബോക്സ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ കിട്ടി, ബ്ലാക്ക് ആയിരുന്നു. തിരിച്ചു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഈ അൽക്കുലത്ത് എന്തിനാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ആൻഡ്രോയിഡ്. വീട്ടില് 2 ആപ്പിള് വേണ്ട. അൺബോക്സ് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നിൽക്കാം. അയ്യോ പണി കിട്ടി. എന്ത്? ഇതിന് മറ്റേ സാധാരണ ഇയർഫോൺ അല്ലടാ. മറ്റേ ടൈപ്പാണ്. അത് അറിഞ്ഞില്ല. വേണം, അങ്ങനെ തന്നെ വേണം. ഞാനത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ അത് മാത്രല്ല, ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. പിന്നെ ആപ്പിളുകാർക്ക് പ്രാന്തല്ലേ ഇത്ര വില സീരീസ് കുറച്ച് തരുന്നത് തന്നെ വലിയ കാര്യം. ഇത് നമ്മുടെ ചാർജർ കേബിളിന്റെ അതേ. അതിന് 2 സ്റ്റീരിയോ വന്നു. സ്റ്റീരിയോക്ക് 2 സ്പീക്കർ. അതൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് ഒരു ജാക്കറ്റ് ഉള്ളൂ. അത് ചാർജ് ചെയ്യുമ്പോ ഫോൺ ഉപയോഗിക്കാൻ, ഇയർഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ വേണം അങ്ങനെ തന്നെ വേണം.
സന്തോഷമായില്ലേ? പിന്നെ ഒരു ചാർജർ കേബിള്, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് എനിക്ക് പണി കിട്ടിയത്. ചാർജർ കേബിളിന്റെ പോയിന്റും ഇയർഫോണിന്റെ പോയിന്റും ഒരേപോലെ ആയത് എന്നെ പോലുള്ളവർക്ക് ഒരു പണിയാണ്. കാരണം ഇതെപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കണ്ടേ രണ്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബ്ലൂടൂത്ത് മേടിക്കാം. നമ്മുടെ ഒരു പവർ ബാങ്ക് കൂടി മേടിക്കാം. അപ്പൊ ഇത് ചക്കരയ്ക്ക് കൊടുക്കാം. ശരി, ഒരു പവർ ബാങ്ക് മേടിക്കാം, ചെറിയൊരു കേബിൾ മേടിക്കാം, ഇതിന്റെ കൂടെ വെക്കാം. ഇല്ല, ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്ത് മേടിക്കും. ബ്ലൂടൂത്ത് ഓൾറെഡി ഉണ്ട്. മറ്റേ ടൈപ്പ് അല്ലേ? സന്തോഷമായില്ലേ? സർപ്രൈസ് ഓൾറെഡി സർപ്രൈസ് ഫോണും നമ്പർ സർപ്രൈസ് നീയും തന്ന സർപ്രൈസ് എന്ത് ആ ഫോണിന്റെ സർപ്രൈസ് വല്ലാത്തൊരു ചതിയായി പോയില്ലേ വലിയ. അപ്പൊ കാസറോളിൽ നിന്ന് എടുത്ത ആപ്പിൾ SE അങ്ങനെയല്ലേ പറയാ, SEയുടെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? അല്ല അതാക്ക അല്ല, നമ്മളതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെ പറ്റി. അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൽ വൈസ് ഒന്നും നമുക്ക് അറിയില്ല. അതാണ് ഫോൺ. ഇതൊക്കെ പറഞ്ഞാല് ആ കയ്യിലിരിക്കണ ഫോണിന്റെ അത്രക്ക് ഒന്നും വരൂല. സ്ഥിരമായി എറിയാൻ ഉപയോഗിക്കുന്ന ഫോൺ. കമ്പനി പോലെ ഇറക്കിണ്ടാവില്ല ഡ്യുവൽ കളർ. അത് താഹക്ക ബാക്ക് ഭാഗം പൊട്ടിച്ചിട്ടല്ലേ. വേറൊരു ഫോൺ ഇരിപ്പുണ്ട്. ഒരു ഫോൺ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ ഫോണിന്റെ ബാക്ക് ഭാഗം എടുത്തിട്ട് ഈ ഫോണിന് ഇട്ടിരിക്കുന്നു. കൊള്ളാം. ടാബിന് നമുക്ക് ഒരു റിട്ടയർമെന്റ് കൊടുക്കാം. മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ടാബ് കൊടുക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇതാണല്ല ഫോട്ടോ. ഇതല്ല ഫോട്ടോ എടുത്തത്. അതെ, ഇതാണ് എന്റെ സ്കൂൾ ഗ്രൂപ്പ്. എനിക്ക് ടെൻഷൻ ഉള്ളപ്പോ ടെൻഷൻ കളയാനും ടെൻഷൻ ഇല്ലാത്തപ്പോ ടെൻഷൻ തരാനുള്ള ഗ്രൂപ്പ്. അതെ, ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നേരത്തെ താഹക്ക് എടുത്ത ഫോട്ടോ ഇതിലെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്ലൂ കാസറോളിലല്ലേ? അതിന്റെ ഉത്തരം വീഡിയോയിൽ കണ്ടു. ഞാനിപ്പോഴും ശ്രദ്ധിച്ചേട്ടോ, അത് തുറക്കാണ്ട് ഫോട്ടോ എടുത്തിരുന്നത് ഞാനിപ്പോഴും ശ്രദ്ധിച്ചേ. ഭാഗ്യം, അത് തുറന്നിരുന്നെങ്കിലോ താഹക്കട മുഖത്തിന്റെ എക്സ്പ്രഷൻ കൊണ്ടാട്ടല്ലേ, പപ്പടം കൊണ്ടാട്ടം തണുക്കണം വെച്ചിട്ട്. എന്തായാലും കാസറോളില് ആപ്പിൾ സീരീസ് വെച്ച് ഞാൻ എങ്ങനെയുണ്ട് ഒരു 10 വയസ്സ് കുറഞ്ഞ അത് പറയും. നോമ്പെടുത്ത് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതെന്ന്. അപ്പൊ തല്ലൂട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. SC സീരീസിന്റെ ഇങ്ങനത്തെ ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടാവില്ല ആരും, അല്ലെ? ഇതുപോലെ നമ്മൾ എന്താ അറിയായിട്ട് ആര് ചെയ്യാനാന്ന്. അപ്പൊ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ താങ്ക് യു. ഞാൻ പറഞ്ഞ എല്ലാവരും കമന്റ് ചെയ്യാട്ടാ. താഴെ കമന്റ് ചെയ്യാൻ പറയും. ഞാൻ പറയും നിങ്ങൾ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുക. അങ്ങനെയല്ല പറയാ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തീരെ വ്യൂസ് ഇല്ല. ഇനി കാര്യമില്ല, ഇനിയിപ്പോ ഫോണില് ബിസി ആയിരിക്കും. ഇനിയിപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫോണ് കൊടുക്കാം. അത് പണി പഠിച്ചു വരണം. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെന്തുട്ടാ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അതുപോലെ വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം. ഫോർച്യൂണർ വെള്ളത്തിൽ മുങ്ങിയപ്പോഴല്ലേ പുതിയ തരം വന്നത്? അതായത് വെള്ളത്തിൽ നമ്മൾ സ്വയം കൊണ്ടുപോയി മുക്കിയതല്ലോ. പക്ഷെ വ്യത്യാസമുണ്ട്. ഫോൺ മനഃപൂർവ്വം തല്ലി പൊളിച്ചു കളഞ്ഞതാ. ചിലവരെ കൊണ്ടുള്ള ദേഷ്യം അതുമ്മല തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? പണിക്കാരെടുത്തുള്ള ദേഷ്യം എന്റെ അടുത്തുള്ള ദേഷ്യം അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും അല്ലേ? ഇന്നത്തെ ഞാൻ ഇത് വീഡിയോ നിർത്തട്ടെ താഹക്ക. ചോറില് വെച്ചുള്ളൂ.